പല്ല് കേട് വരിക. പക്ഷെ എങ്ങനെയാണ് ഈ പല്ല് കേട് വരുന്നത്? ഉറങ്ങുന്നതിന് മുമ്പ് വായുടെ അകത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് റെമിനൻസോ ഒരു ആഹാര റെമിനൻസോ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴും കാണാൻ പാടില്ല. രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുന്നേ പല്ലേക്കിട നമ്മൾ കേട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ പല്ലേക്കിടന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എഴുന്നേറ്റ ശേഷം എന്തിനാണ് നമ്മളിത് വൃത്തിയാക്കേണ്ടത്? കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് വൃത്തിയാക്കിയിട്ടല്ലേ കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാമാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വൃത്തിയില്ലായിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. സാരം രാവിലെ രാത്രിയും ബ്രഷ് ചെയ്തിട്ട് പോട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെന്നാണ് ബ്രഷിംഗ് കൊണ്ട്. ഈ വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഹൈ ജെറ്റ് വോളിയം വെള്ളമാണ് വരുന്നത്, വെറും വെള്ളമാണ്. പറ്റുന്ന രീതിയിൽ മാക്സിമം വൃത്തിയായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഈ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സാധനം റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെന്റിസ്റ്റന്മാരുടെ പണി പോകും. മനസ്സിലായില്ലേ? സ്ട്രിങ് ഫ്ലോസർ അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് സ്ട്രിങ് ഫ്ലോസിനെ കുറിച്ച് എനിക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണുള്ളത്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. പല്ലുവേദനയെ പ്രാണവേദനയോട് ഉപമിക്കുന്ന ആൾക്കാരുണ്ട്. പല്ലുവേദനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വേദന എന്ന് പറയുന്ന പല്ലുവേദന അനുഭവിച്ച ആൾക്കാരുണ്ട്. പല്ലിന് വരുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്? പല്ലുകളെ എങ്ങനെ കൃത്യമായി സംരക്ഷിക്കാം? എങ്ങനെ പല്ലുകൾക്ക് കേട് വരാതിരിക്കാൻ നോക്കാം? ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായി സംസാരിക്കാൻ ഇന്ന് കൂടെയുള്ളത് അനന്തപുരി ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ MD ആയ ഡോക്ടർ ഫെമിനാദാണ്. നമസ്കാരം ഡോക്ടർ. പല്ലിന് ഏറ്റവും വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് കേടാണ്. പല്ല് കേട് വരിക. പക്ഷേ എങ്ങനെയാണ് ഈ പല്ല് കേട് വരുന്നത്? നമ്മൾ ഈ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ, ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് കേട് വരുന്നു. ശരിക്കും ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് കൊണ്ട് തന്നെയാണോ പല്ലിന് കേട് വരുന്നത്? അല്ല അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ പല്ല് കേട് വരുന്ന ഒരു മെക്കാനിസം എങ്ങനെയാണ്? അല്ല ഈ പല്ല് കേട് വന്നാൽ നമ്മുടെ വായിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം സൂര്യ. ഇതിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ടൈപ്പ് ഓഫ് ആഹാരമാണ് കഴിക്കുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസും ഫാറ്റും. ഈ 5 ടൈപ്പ് ഓഫ് ആഹാരമാണ് കഴിക്കുന്നത്. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് എനർജി തരുന്നത്. അരി ആഹാരം, ചോക്ലേറ്റ് ഇതൊക്കെയാണ് തരുന്നത്. ഇപ്പോൾ ഇതിൽ വായുടെ അകത്ത് ഇതിൻ്റെ ആഹാരം കഴിച്ചതിന് ശേഷം ഇതിൻ്റെ റെമിനൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വായുടെ അകത്ത് കോമൺ ആയിട്ട് ഉള്ളൊരു ബാക്ടീരിയ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വായുടെ ഉള്ള റിമൈനിങ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് പ്രോട്ടീൻസോ വിറ്റമിൻസോ മിനറൽസോ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇറച്ചി അങ്ങനെയുള്ള ആഹാരം ഒന്നും പ്രോബ്ലം ഉണ്ടാക്കില്ല. പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അരി ആഹാരം എല്ലാം ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ, ചോക്ലേറ്റ് മാത്രമല്ല എല്ലാം ബാക്കി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ ലാക്ട് ചെയ്യും. എന്നിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡാണ് പല്ലിൻ്റെ ഇനാമലിനെ ദ്രവിപ്പിച്ചുള്ളത്. നമ്മൾ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ്സാണ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സിലിക്ക പാർട്ടിക്കിൾസ്, അതായത് ബേസിക്കലി മിനറൽസാണ്. അപ്പോൾ നമ്മൾ ആസിഡ് കൊണ്ടാണ് എച്ച് ചെയ്യുന്നത്, ആ മിനറൽസിനെ മാറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പല്ലിൽ ബേസിക്കലി കാൽഷ്യം ഫോസ്ഫറസും ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം മാറ്റുന്നത് ഈ ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, വായുടെ അകത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ കണ്ടമാനം സലൈവയുണ്ട്, ഉമിനീരുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉമിനീരിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2ആണ്. ഒന്ന് ഡൈജഷൻ, അതായത് ദഹനം. 2 വായുടെ ലൂബ്രിക്കേഷൻ, അതായത് സംസാരിക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമെല്ലാം വായുടെ ലൂബ്രിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഡൈജഷൻ, ആദ്യം അതിനകത്ത് അമൈലേസ് എൻസൈം അങ്ങനെയുള്ള കുറേ എൻസൈംസ് ഉണ്ട് വിച്ച് സ്റ്റാർട്ട്സ് ഡൈജസ്റ്റീവ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവന്മാരാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ വായുടെ അകത്ത് ഈ പറയുന്ന ലാക്റ്റിക് ആസിഡ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ലാക്ട് ചെയ്ത് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ആക്ട് ചെയ്ത് ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സലൈവ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയും. രണ്ടാമത്തെ കാര്യം, സലൈവയുടെ അകത്ത് ബഫേഴ്സ് ഉണ്ട്. നമ്മൾ കെമിസ്ട്രിയിൽ പണ്ട് പഠിച്ചിട്ടുള്ളത് ബഫേഴ്സ്, ബൈകാർബണേറ്റ്സ്. അതിൻ്റെ ഫംഗ്ഷൻ ഞാൻ ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് വി ആർ ഓൾ പ്രൊട്ടക്റ്റഡ്. എഴുന്നേറ്റിരിക്കുമ്പോൾ പ്രൊട്ടക്റ്റഡ് ബിക്കോസ് ഓഫ് ദ സലൈവ. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്ക്, ഏത് സമയത്താണ്, പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും, ഉറങ്ങാൻ കിടക്കുമ്പോൾ സലൈവയുടെ ആവശ്യമുണ്ടോ? നമുക്ക് ഇല്ല. എന്തുകൊണ്ടാണ്? സലൈവ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല, പിന്നെ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് അഥവാ സലൈവ പ്രൊഡ്യൂസ് ചെയ്ത് എന്ത് സംഭവിക്കും? സൈഡിൽ കൂടെ ഡ്രൂൾ ചെയ്ത് ഇറങ്ങണം, അല്ലേ? നമ്മൾ കണ്ടുവരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ മെക്കാനിസമാണ് സലൈവ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് ഉറങ്ങുന്ന സമയത്ത്. ഈ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് ബാക്കി ഇരുന്ന് എന്ത് പറ്റും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. അതായത് റെമിനൻ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടായ എന്ത് സംഭവിക്കും? ആ സലൈവ ഡൈല്യൂട്ട് ചെയ്യാനില്ല, ബഫേഴ്സ് ഇല്ല. അപ്പോൾ ക്വൈറ്റ് നാച്ചുറലി ഇവന്മാർ പണി തരും. മനസ്സിലായി? അപ്പോഴാണ് ഈ പണി ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഉറങ്ങുന്ന മുമ്പ് വാ ക്ലീൻ ആയിരിക്കണം എന്ന് പറയുന്നത്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ക്യാവിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ ലാക്റ്റിക് ആസിഡ് ഇനാമലിനെ മാറ്റി അവിടെ ഒരു പോറുണ്ടാകും. ഇതാണ് പാത്തോജെനിസിസ് ഓഫ് ക്യാവിറ്റി ഫോർമേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ കേട് വരുന്നത്. നമുക്ക് പല്ലിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, പല്ലിന് കേട് വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, പല്ല് വേദന എടുക്കുമ്പോൾ, ചവക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ എൻ്റെ ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ ഡെൻറ്റിസ്റ്റുകളെടുത്ത് അല്ലെങ്കിൽ പല്ല് ആശുപത്രികളിലേക്ക് നമ്മൾ ഓടിക്കയറുന്നത്. അല്ലെങ്കിൽ പല്ലിന് ഒരു പ്രശ്നമില്ലെങ്കിൽ പല്ലിന് പ്രശ്നമില്ലല്ലോ, അപ്പോൾ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക്. അപ്പോൾ പല്ലിന് പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു റെഗുലർ ചെക്കപ്പ് പല്ലിന് വേണ്ടി ആവശ്യമുണ്ടോ? അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ സംരക്ഷിക്കണം, പല്ലിനെ സംരക്ഷിക്കണം, ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ പല്ലിനെ സംരക്ഷിക്കാനുള്ള ഒരു 5 ടിപ്സ് ഒന്ന് പറഞ്ഞു തരുമോ? അതിൽ എല്ലാം വരുന്നത് ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിലാണ് ഇതെല്ലാം വരുന്നത്. ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വായുടെ അകത്ത് ഉള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അരി ആഹാരം, ചോക്ലേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അത് പ്രത്യേകിച്ച് ഉറങ്ങുന്നത് ഏത് സമയത്താണെങ്കിലും, അതായത് രാവിലെയാണ് പകൽ സമയത്ത് കിടന്നുറങ്ങുകയാണെങ്കിലും രാത്രി ഉറങ്ങിയാലും ഉറങ്ങുന്നതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് വായുടെ അകത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് റെമിനൻസോ ഒരു ആഹാര റെമിനൻസോ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴും കാണാൻ പാടില്ല. കാര്യം ഉറങ്ങുന്ന സമയത്താണ് ഇവന്മാർ പണി തരുന്നത്, മനസ്സിലായി? ആ സമയത്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ സലൈവയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ റെമിനൻസിൽ നിന്ന് വായുടെ അകത്തുള്ള സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് പ്രവർത്തിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കും. ഈ ലാക്റ്റിക് ആസിഡാണ് പല്ലിൻ്റെ ഇനാമിനെ ദ്രവിപ്പിച്ച് കളയുന്നത്. അപ്പോൾ സലൈവ ഉണ്ടെങ്കിൽ, ഉമിനീരുണ്ടെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡിനെ ഡൈലൂട്ട് ചെയ്ത് കളയും. അതിന് ബഫേഴ്സ് ഉണ്ട്, ലാക്റ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും, ആസിഡ് ന്യൂട്രലൈസ് ചെയ്ത് കളയും. അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമുക്ക് ഉറങ്ങുന്ന സമയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓറൽ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പാണ്, വെദർ ഇറ്റ് ഈസ് ഇൻ ദ മോർണിംഗ്, വെദർ ഇറ്റ്സ് ഇൻ ആഫ്റ്റർനൂൺ ഓർ ഇൻ ദ നൈറ്റ്. രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുന്നേ പല്ലേക്കിടന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഉച്ചക്ക് ഉറങ്ങുമ്പോൾ പല്ലേക്കിടന്ന് ആദ്യമായിട്ട് കേൾക്കണം. അത് എപ്പോഴും ഉറങ്ങിയാലും എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ സലൈവയുടെ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കാരണം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സലൈവയിൽ നിന്നുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇല്ല. ഇതാണ് അതിൻ്റെ ലോജിക്സ്. ഇറ്റ് ഈസ് നോട്ട് വെദർ വെദർ യു ബീൻ ടോൾഡ് ദിസ് ഓർ നോട്ട് ദാറ്റ്, അങ്ങനെയല്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് ആണ് ഈ പണികളെല്ലാം നടക്കുന്നത്. ഈ പണി നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. എഴുന്നേറ്റതിന് ശേഷം എന്തിനാണ് എഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ ശേഷം എന്തിനാണ് നമ്മളിത് വൃത്തിയാക്കേണ്ടത്? കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് വൃത്തിയാക്കിയിട്ടല്ലേ കിടന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ പല്ലിയേക്കാൻ ആവശ്യമില്ല. ലോജിക്കലി ഡസ് നോട്ട് മേക്ക് ദിസ് സെർവ് എനി പർപ്പസ്. മനസ്സിലായില്ലേ? അത് എന്തിനാണ് അതിന് ചെയ്യേണ്ട കാര്യം? കാര്യം നമ്മൾ വൃത്തിയാക്കി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും വാനാറ്റം ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇഫ് ദർ ഇസ് നോ റെമിനൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ്, ഇത് ഡീകമ്പോസിഷൻ നടക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് വാനാറ്റം ഉണ്ടാകുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാനാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വൃത്തിയില്ലായിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം, സാരം. മനസ്സിലായി? അതാണ് എൻ്റെ ബേസിക് കാര്യം. രാവിലെ എണീക്കുമ്പോൾ പല്ലിയേക്കണമെന്നില്ല. ഇല്ല. വാട്ട് യു വാണ്ട്. പിന്നെ നമുക്കൊന്ന് ഫ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ ലോജിക്കലി എന്തിനാണ് അതിൻ്റെ കാര്യം? ഒരു കാര്യമില്ല. നമ്മൾ നേരത്തെ വൃത്തിയായിട്ട് കിടന്നുറങ്ങി, കുളിച്ചിട്ട് കിടന്നുറങ്ങി, കുളിച്ചപ്പോൾ രാവിലെ വീണ്ടും കുളിക്കുന്നത് പോലെ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയ ലോജിക്സ് ഇല്ല. നമ്മൾ പല്ലിനെ സംബന്ധിച്ചോളം ലോജിക്സ് ഇല്ല. പിന്നെ ആണെങ്കിൽ കഴിച്ച ശേഷമാണെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിലും ലോജിക്സ് ഉണ്ട്. അതുപോലെ ലോജിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ യു ബീൻ പ്രൊട്ടക്റ്റഡ് ബൈ സലൈവ എഴുന്നേറ്റിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ലോജിക്കൽ. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിൽ ബ്രഷിങ്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല പേഷ്യൻറ്റും പറയാറുണ്ട്, ഡോക്ടറെ രാവിലെ രാത്രി ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്, എനിക്കെന്തെങ്കിലും പോടാ. അത് ഹെറിഡിറ്ററിയാണ്. ഇതാണ് ഇവർ പലരും ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് എൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, ഈ സലൈവയുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ഇപ്പം ഈ രാവിലെ രാത്രിയും ബ്രഷ് ചെയ്തിട്ട് പോട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെന്നാണ് ബ്രഷിങ് കൊണ്ട്. അപ്പോൾ ബ്രഷിങ് കൃത്യമായിട്ടില്ല. അല്ല, ബ്രഷിങ് എത്ര കൃത്യമാക്കി നോക്കിയാലും ദാറ്റ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളതാണ് അർത്ഥം. സി ദർ ആർ പീപ്പിൾ ഹു മെറ്റിക്കുലസ്ലി ഡു ഓറൽ ഹൈജീൻ ബൈ യൂസിങ് ബ്രഷ് ആൻഡ് പേസ്റ്റ്. നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കും ബോർഡ് വരുന്നു. അപ്പോൾ അതാണ് അവരുടെ ചോദ്യം ക്വസ്റ്റ്യനബിൾ. അവരുടെ ക്വസ്റ്റ്യൻ റീസണബിൾ ആണ്. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും പാടുപെട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് എനിക്ക് ബോർഡ് വരുന്നു. എന്താണ് എല്ലാവരും പറയുന്നത്? വൃത്തിയായിട്ട് ബ്രഷ് രാവിലെ രാത്രി ബ്രഷ് ചെയ്താൽ പോട് വരില്ല. അവർ കുറ്റം പറയാൻ പറ്റുമോ ചോദ്യത്തിന്? ഇല്ല. ഞാൻ ഇവരുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഹൈ ജെറ്റ് വോളിയം വെള്ളമാണ് വരുന്നത്, വെറും വെള്ളമാണ്. ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഏകദേശം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ
ഉറങ്ങുന്നതിന് മുമ്പേ ബ്രഷ് ചെയ്തതിന് ശേഷം നല്ല നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം വൃത്തിയായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഈ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്ത് നോക്കുക, റെഗുലറായിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്ത് സംഭവിക്കുന്നു അറിയാമോ? കണ്ടമാന ആഹാരം പുറത്തു വരും. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മള് വൃത്തി ആയിട്ട് ബ്രഷിങ് നടന്നിട്ടില്ല, ബ്രഷിങ് കൊണ്ട് മൊത്തം പരിപാടി നടക്കുന്നില്ലെന്നർത്ഥം. മറ്റേത് അതായത് നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ രീതി ചെയ്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ബീൻ ക്ലീൻഡ്. അതുകൊണ്ടാണല്ലോ വാട്ടർ ഫ്ലോസർ ഉപയോഗിച്ചിട്ട് വരുന്നത്. അപ്പോൾ അതായത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ടെക്നിക്കൽ സെൻസിറ്റീവ് ആയതുകൊണ്ടല്ല, മറിച്ച് ഇതിന് കുറച്ച് ഈ ബ്രഷ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അനുസരിച്ചേ അത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുമ്പോൾ കണ്ടമാനം ആഹാരം പുറത്ത് വരും. അപ്പോൾ ഈ ഒരു സാധനം റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റന്മാരുടെ പണി പോകും. മനസ്സിലായില്ലേ? സത്യമായിട്ടും ആർക്കും മോണോ രോഗം വരില്ല. പിന്നെ ഇതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ ഉദാഹരണത്തിന് ബ്രഷ് ചെയ്യാറുണ്ട്, വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വാട്ടർ ഫ്ലോസർ കേടായിപ്പോയി, ഇനി നമ്മൾ ഓർഡർ കൊടുത്തു, 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഒരു വാട്ടർ ഫ്ലോസറിൻ്റെ കാണണം. അതായത് 2 ദിവസം ഈ വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഹാരം കഴിച്ചിട്ട് വൃത്തിയാകാതെ ഇരിക്കുന്ന ഒരു വിൻഡോ പീരീഡ് ഉണ്ടെന്ന്. ബ്രഷ് ചെയ്യുന്നു, പക്ഷേ അവിടെ ആഹാരം കയറി ഇരിപ്പുണ്ട്. ആ ഒരു വിൻഡോ പീരീഡിൽ 24 hours കഴിയുമ്പോൾ ഈ ആഹാരം പ്ലാക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്ലാക്കായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിങ്ങോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ ഓൾവേസ് സേ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ വിൻഡോ പീരീഡ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഈ വാട്ടർ ഫ്ലോസർ കേടായി കഴിഞ്ഞാൽ അതിന് പകരക്കാരൻ എപ്പോഴും റെഡി ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഓൾവേസ് പ്രൊട്ടക്ഷൻ. നമ്മൾ എപ്പോഴും പ്രിവെൻഷൻ, ഇങ്ങനെ പ്രൊട്ടക്ഷൻ അങ്ങനെ എംഫസൈസ് കൊടുക്കുമ്പോൾ എപ്പോഴും ബാക്കപ്പ് പ്ലാൻ എപ്പോഴും കാണണം. മനസ്സിലായി? അപ്പോൾ അതാണ് ഞാൻ വാട്ടർ ഫ്ലോസറിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഈ കാര്യം പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ സ്ട്രിങ് ഫ്ലോസർ അതൊക്കെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് സ്ട്രിങ് ഫ്ലോസിനെ കുറിച്ച് എനിക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണുള്ളത്. കാര്യം ഇറ്റ് ഹസ് ബിൻ റെക്കമെൻഡഡ് എല്ലായിടത്തും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന നൂല് പോലുള്ള ഈ പറയുന്ന ആഹാരം കഴിച്ചതിന് ശേഷം ഈ നൂല് കൊണ്ടുള്ള ഒരു സാധനമുണ്ട്, വാട്ടർ ഫ്ലോ, അത് ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് കോമൺ ആയിട്ട് എല്ലാവരും അഡ്വൈസ് ചെയ്യുമ്പോൾ ഈ ഫ്ലോസ് ചെയ്ത് എടുത്ത് കളയുക, ആഹാരം എടുത്ത് കളയുക. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പല്ലിൻ്റെ ഇടയിൽ ഉള്ള ആഹാരം എടുത്ത് അതായത് പല്ല് തമ്മിലുള്ള കോണ്ടാക്ട് ഉള്ള സ്ഥലത്ത് ആഹാരം എടുത്ത് കളയാനായിട്ട് ഈ ഒരു നൂല് പോലുള്ള സാധനത്തിനെ പിടിച്ച് ഇങ്ങനെ ആക്കി അകത്തോട്ടങ്ങാക്കും. ഈ അകത്തോട്ടാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഈ ആഹാരം മോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ ഈ കോൺകേവിറ്റിയിലോട്ട് ഈ ആഹാരം പോയി അകത്ത് കടിയും. എന്നിട്ട് ഈ ഫ്ലോസിനെ അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ വലിച്ചെടുക്കും. വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ആഹാരം പുറത്ത് വരും, കുറേ ആഹാരം അകത്ത് സ്റ്റക്കായിരിക്കും. യുവന്മാർ ഈ ആഹാരം വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പോൾ ലോജിക്കായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റിമൂവ് ദ എൻ്റയർ ഫുഡ് വിച്ച് ഹസ് ബീൻ സ്റ്റക്ക്. ആൻഡ് ഈ സാധനത്തിന് നമുക്ക് ബ്രഷ് കൊണ്ട് എടുത്ത് കളയാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതേസമയം വാട്ടർ ഫ്ലോസർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം അങ്ങ് ഇളകി വരും. അപ്പോൾ സ്ട്രിങ് ഡെന്റൽ ഫ്ലോസിനേക്കാളും ഏറ്റവും ഉപകാരമുള്ളതാണ് വാട്ടർ ഫ്ലോസ് എന്ന് പറയുന്നത് അല്ലേ? ഞാൻ അതിനേക്കാളും എന്നുള്ളതല്ല, ഐ വുഡ് സേ നെവർ എവർ യൂസ് ഡെന്റൽ ഫ്ലോസ്. That is what my recommendation. I will never ask my patients, please do not use that. അത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പേഷ്യൻസ് പറയുന്നത്. ഞാനത് പറഞ്ഞില്ലേ, അത് ഭയങ്കര എഫക്റ്റീവാണ് ഈ വാട്ടർ ഫ്ലോസ് എന്ന സാധനം. ആൻഡ് സ്ട്രിങ് ഫ്ലോസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പല്ലിൽ ബ്ലീഡിങ് ഗംസ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ബ്ലീഡിങ് ഗംസ് ആകുമ്പോൾ ഉറപ്പായിട്ട്, അതായത് പല്ലിന്ന് മോണയിൽ നിന്ന് ചോര വരുന്നു, ആ സമയത്ത് നമ്മൾ കൂടുതൽ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ നോക്കുക, സംരക്ഷിക്കാനല്ലേ നോക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഞാൻ സ്ട്രിങ് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. കാരണം പല്ലിന് ഗ്യാപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ പല്ലിന് കമ്പിയിട്ടവർക്ക് ഒന്നും ഇതത്ര പല്ലിന് കമ്പിയിട്ട് നമുക്ക് ഒബ്വിയസ്ലി അറിയാം അത് പറ്റില്ല. അത് ഈ പല്ലിന് ഗ്യാപ്പ് ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഈ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നവർക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ് ഈ സ്ട്രിങ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. ശരിയാണ്, അത് കറക്റ്റാണ്. അത് ഉപയോഗിക്കുന്ന കാര്യം പല്ലിന് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പല്ലിനിടയിൽ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒപ്പിളിക്കുമ്പോൾ തന്നെ ഇറങ്ങി പോകില്ലേ.
ലോജിക്കലി അത് അവിടെ പിടിച്ചിരിക്കുന്നില്ലല്ലോ, വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എളുപ്പമാണ്. പല്ലിൻ്റെ ബ്രഷിൻ്റെ ബ്രിസിൽസ് കയറി പോകും. അപ്പം പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഇൻ ലോജിക്സ്, അവിടെ ഉപയോഗിക്കേണ്ട തന്നെ കാര്യമില്ല. ഇനി ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ടു പുൾ ഇറ്റ് ഡൗൺ. സോ അതുകൊണ്ട് അത് കാര്യമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. സാധാരണ ഈ കോൺടാക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ, അതായത് കോൺടാക്റ്റ് ഉള്ള സ്ഥലം, പല തമ്മിൽ കോൺടാക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഐ വുഡ് ഡിസ്കറേജ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, ദ ട്രെൻഡ് ഇൻ ടോട്ടോ. മനസ്സിലായില്ലേ? അതാ കാര്യം. പിന്നെ ഇനി പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇത് അതല്ല. നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഏത് ടൂത്ത് ബ്രഷാണ്, ടൂത്ത് പേസ്റ്റ് ആണ് നല്ലതെന്നൊക്കെ. സോ ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ ടൂത്ത് പേസ്റ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൾഗേറ്റ് ആണോ, ക്ലോസപ്പ് ആണോ,